വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കോളേജിലും സ്കൂളിലും നടത്തുന്ന ഒരു പ്രക്രിയമല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യനായിരിക്കുന്ന മുഴുവൻ ആളുകളും മരണം വരെ വികസിപ്പിക്കേണ്ട ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം. മരിക്കുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കണം. അതാണ് പണ്ട് വിദ്യാഭ്യാസം. ജോലി കിട്ടാൻ, ഭക്ഷണം കിട്ടാനാ. തുലാഭാരം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നസീറിൻ്റെ, ശാരദൻ്റെ. ആ സിനിമയിൽ ഓണായിട്ട് ഒന്നുമില്ല കയ്യിൽ. ഒരു മോനുണ്ട്. മോൻ എന്തെങ്കിലും ഒരു കുപ്പായം വാങ്ങട്ടെ, ഒരു പായസം വെക്കണ്ടേ. അപ്പോൾ ബോണസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ കയർ ഫാക്ടറിയിൽ പോയി നസീർ. ആടെ ചെന്ന് നോക്കുമ്പോൾ ഫാക്ടറി പൂട്ടി, മുതലാളി പോയി. ബോണസും ഇല്ല, കൂലിയുമില്ല, ഇനി പണിയുമില്ല, പട്ടിണിയാവണം. ഒന്നും വാങ്ങാൻ പറ്റാതെ ഗദ്ഗത കണ്ഠനായി നിരാശയോടുകൂടി വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ ഭർത്താവ് ഓണവിഭവങ്ങളുമായി വരുന്നുണ്ടെന്ന പ്രതീക്ഷയിൽ നസീറിൻ്റെ ഭാര്യ ശാരദ കുട്ടീനെ തൊട്ടിലിട്ട് പാടുന്ന ഒരു പാട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഓമന തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്. ഭാര്യ പാടുമ്പോൾ ഭർത്താവിൻ്റെ മറുപടി പാട്ട് ഓർമ്മയുണ്ടോ? ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിലോരോ കുമ്പിൽ കണ്ണീര്. പിന്നെയും ഭാര്യ സ്വപ്നങ്ങൾ മെനയുന്നു. വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽ കഞ്ഞി. അപ്പൊ ഭർത്താവിന്റെ മറുപടി, കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി, കർക്കിടകത്തിൽ കരിക്കാടി. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധമില്ല. എന്താ ഒരു സൊല്യൂഷൻ? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് ആ അമ്മ പറയാ മോനോട്, മോനെ ഒന്നുറങ്ങോ ഒന്നുറങ്ങോ, പൊന്നുഷസ് കണി കണ്ടുണരാൻ ഒന്നുറങ്ങോ. ഒരു പുതിയ പ്രഭാതം കണി കാണാൻ മോനെ നീ നന്നായി ഉറങ്ങി ഉണരൂ. സമത്വത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രഭാതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവനോട് ഉണരാൻ പറഞ്ഞു. അവൻ വായനശാലയിൽ പോയി പഠിച്ചു. അവൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. അടികൊണ്ടു, ഇടികൊണ്ടു, വെടികൊണ്ടു. അവൻ ചത്താലും ചത്തും കൂത്താളി എന്ന് സമരം ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയിട്ട് അവൻ അന്ന് ആപത്ത് കാലത്ത് തൈവത്ത് വെച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് സമ്പത്ത് കാലത്ത് കാവത്ത് തിന്നുന്നത്. നമ്മൾ ഇന്ന് അരച്ച തേങ്ങ നിങ്ങൾ നട്ട തെങ്ങില്ല, പണ്ടാരോ നട്ടല്ലേ. ഇപ്പൊ നമുക്ക് സമ്പത്ത് കാലത്ത് തൈവത്ത് വെക്കാതെ കാവത്ത് തിന്നാൻ നോക്കിയിട്ട് അടുത്ത തലമുറ ആപത്ത് കാലത്തിലേക്ക് പോകും.